കോഴിക്കോട് മലയോര മേഖലയിലെ യാത്രാക്ലേശത്തിന് പരിഹാരം. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, യാത്രാക്ലേശത്തിനുള്ള ഒരു പരിഹാരം എന്ന നിലയിലേക്ക് തന്നെയാണ് ഈ ഒരു പാത. ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദാംശങ്ങളും. KP, വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ ഒരു തുരങ്കപാത. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. അതായത് ആനക്കാംപൊയിൽ നിന്നാണ്, കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്നാണ് ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാട് ഭാഗത്തേക്ക് എത്തുന്നു. ഇത് പ്രധാനപ്പെട്ട വലിയൊരു പദ്ധതി തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, വയനാട് ജില്ല പലപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വലിയ പ്രളയം പോലുള്ള അല്ലെങ്കിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ വയനാട് ജില്ല ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. മറ്റ് 13 ജില്ലകളെയും അപേക്ഷിച്ച് വയനാടിനെ സംബന്ധിച്ച് കൃത്യമായി യാത്രാ സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ഒരു തടസ്സമായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ മഴ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ അതെല്ലാം തന്നെ കണ്ടതാണ്. നിലവിലുള്ള യാത്രാപാതയായ താമരശ്ശേരി ചുരം വഴിയൊക്കെ തന്നെ യാത്രാക്ലേശം ഉണ്ടായിരുന്നു, യാത്രാ തടസ്സം ഉണ്ടായിരുന്നു, യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വയനാട് ജില്ല ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ മറികടക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇന്ന് മുതൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതായത് 4 വർഷം കൊണ്ട് ഈ വയനാട് ജില്ലയിലേക്കുള്ള ഈ യാത്രാക്ലേശം സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 2134 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ആകെ അടങ്കൽ തുക. അത് 2 പാക്കേജുകളായിട്ടാണ് അനുവദിക്കുന്നത്. ഏകദേശം 33 ഹെക്ടർ ഭൂമി ഇതിനുവേണ്ടി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറെക്കുറെ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 90% സ്വകാര്യ ഭൂമി ഇതിനകം തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് വനഭൂമിയും നേരത്തെ തന്നെ വിട്ടു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ആനക്കാംപൊയിൽ നിർവഹിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 4 മണിക്കാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. പ്രധാനമായും യാത്രാക്ലേശം എന്നതിനപ്പുറം വാണിജ്യ മേഖലയിൽ വലിയൊരു മുതൽക്കൂട്ടാകും. അതോടൊപ്പം തന്നെ ടൂറിസം രംഗത്ത് വലിയൊരു വളർച്ച ഇതുവഴി ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് ഒരു കൃഷിക്ക് പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടിയാണ്. ഏലം തോട്ടങ്ങൾ ഉണ്ട്, അതോടൊപ്പം തന്നെ തേയിലത്തോട്ടങ്ങൾ, മറ്റു വാഴകൃഷികൾ അടക്കമുള്ള ഒരു ജില്ല കൂടിയാണ് വയനാട് ജില്ല. ഇങ്ങനെ ഈ ഒരു തുരങ്കപാത നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ കർണാടക, തമിഴ്നാട് അടക്കമുള്ള ജില്ലകളിലേക്ക് വാണിജ്യം വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിയും എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമാണ്. ഇത് കർഷകർക്ക് മുതൽക്കൂട്ടാകും. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ വലിയ ഒരു വളർച്ച ഉണ്ടാകും. നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഈ ടൂറിസം മേഖല വലിയ ഒരു തകർച്ചയുടെ പാതയിലാണ് വയനാടിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായാൽ വലിയ ടൂറിസം പദ്ധതികൾ ഇവിടേക്ക് വരും. നിലവിൽ തന്നെ വലിയ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നടത്തുന്ന ആളുകൾ വരെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഹോട്ടലുകൾ ഈ ഭാഗങ്ങളിൽ തുടങ്ങാനുള്ള ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ വരും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ വയനാടിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ, കേരളത്തെ തന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടിയാണ്. മാത്രമല്ല, വയനാടിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാട് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള ഒരു ജില്ല കൂടിയാണ്. പ്രത്യേകിച്ച് അവർ ഏറ്റവും കൂടുതൽ ആശുപത്രികളെ അടക്കം ആശ്രയിക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള ആശുപത്രിയാണ്. ഹൈടെക് ആശുപത്രികളൊന്നും തന്നെ വയനാടില്ല. സ്വകാര്യ ആശുപത്രികൾ പോലും അത്തരത്തിലുള്ള ആശുപത്രികൾ വയനാട് ജില്ലയിലില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ കോഴിക്കോട് ജില്ലയെ ആണ് ആശ്രയിക്കുന്നത്. അതോടൊപ്പം തന്നെ വിമാനത്താവളം, മറ്റു ട്രെയിൻ യാത്രാ സൗകര്യം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ വയനാട് ജില്ലയിൽ ഇല്ല. ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ വയനാട് ജില്ല ആശ്രയിക്കുന്നത് കോഴിക്കോട് ജില്ലയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇത്തരത്തിലുള്ള ക്ലേശങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും വളരെ എളുപ്പത്തിൽ. അതായത് ആനക്കാംപൊയിൽ നിന്നും വെറും 22 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ വയനാട് ജില്ലയിലെ വൈത്തിരിയിൽ എത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ യാത്രാക്ലേശത്തിനൊരു ശാശ്വത പരിഹാരം അത് തന്നെയാണ് പ്രതീക്ഷ. ശിവദാസ് കന്മനമാണ് വിശദാംശങ്ങൾ നൽകിയത്.